പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഭർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്തൃസന്നിധിയിൽ വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കൂപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ. അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവെ, സഞ്ചാരപഥങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം. ചർച്ചാ മീറ്റിങ്ങുകളെ നീ ആശീർവദിക്കണം. ജോലിക്ക് പോകുന്നവരുണ്ട് ഈശോയെ, ജോലിക്ക് പോകുന്നവരെ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ, കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ, ശുശ്രൂഷ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ, ഹോം നേഴ്സുമാർ, സീനിയർ ആയിട്ടുള്ളവരെ, സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ, അവരുടെ മേഖലകളിലെല്ലാം അവരനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസകളുടെ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും നിന്റെ നാമത്തിൽ, ആ കുരിശടയാളത്തിൽ അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവെ, സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ കുഞ്ഞാടിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള പാതായനങ്ങളെ, ഭവനയിടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ്, ഈ ആശീർവാദം ലഭിക്കുന്ന ഭവനയിടങ്ങളെ തിന്മകൾ സ്പർശിക്കാതിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിത മാർഗങ്ങൾ, വരുമാന മാർഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വരുമാന മാർഗം നഷ്ടപ്പെടുന്നവരുണ്ട്. കാലാവസ്ഥകളുടെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട്. മറ്റു തരത്തിലുള്ള നിമ്നോന്നതങ്ങൾ കാരണം കർത്താവ്, മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഈശോയെ. പലപ്പോഴും പലിശ കയറി കർത്താവ്, അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ എത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ, ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ, ഓഫറുകൾ നൽകിയിട്ടുള്ളവർ, ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണുന്നുണ്ട് ഈശോയെ. ഞങ്ങൾ ലഭിച്ച മുഴുവൻ ഓഫറുകളെ നീ സംരക്ഷിക്കണം ഈശോയെ. നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗർഭിണികളായുള്ള അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അബോർഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ സ്പർശിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറ വലതുകരം നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശീർവദിക്കട്ടെ. കർത്താവ്, മെനിഞ്ചൈറ്റിസിൻ്റെ രോഗങ്ങൾ, പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ, കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് എപ്പോഴും നീർക്കെട്ടുതലുണ്ടാവുന്നവർ, തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ, ശ്വാസകോശങ്ങൾ രോഗമുള്ളവർ, ചുമ വിട്ടുമാറാത്തവർ, പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ സ്പർശിക്കണമേ. ശരീരമാസകരം രോഗങ്ങൾ കാരണം, വേദനകൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ, കുരിശിൻ്റെ അടയാളത്തിൽ, ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എടുക്കുന്ന വചനങ്ങൾ, അത് ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നടക്കും.
അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവവും നമ്മളും തമ്മിൽ ഒരു ആധ്യാത്മിക ബന്ധം, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നുവെച്ചാൽ അതിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും. അങ്ങനൊരു വചനമുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷമാണ് 6-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അത് കറക്റ്റല്ലേ? പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല. ഇതിന്റെ 6:33 അതുകൂടി വായിക്കുമ്പോഴേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത്. എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ 6:8 എന്താ പറയണത്? നിങ്ങളുടെ ആവശ്യം ദൈവപിതാവ് അറിഞ്ഞത് കൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കുകയുള്ളൂ. അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 6:33 വർക്കൗട്ട് ചെയ്യണം. എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 14-17 എടുത്ത് റോമാലേഖനം. ദൈവരാജ്യം എന്നാൽ 14-17 റോമ എന്താണ്? അപ്പം ആദ്യം ഇപ്പം നമ്മൾ 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറയണത്. അതെന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ 14-17 റോമാലേഖനം എന്താണത്? ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും. നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല. ജോലി, വീട്, വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല. അത് അന്നു വേണ്ട ആഹാരത്തിൽ പെടുന്നതാണ്. പക്ഷെ ദൈവരാജ്യം എന്നാൽ അന്നു വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല. പിന്നെ എന്താണ് പറയണത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് കരുതണം. നമുക്ക് സിനിമ കാണുമ്പോൾ സന്തോഷമുണ്ട്, നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട്, നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും. എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ തന്നെ വരും. അതാണ് ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന് പറയത്തില്ലേ? 21 എടുത്തേ. ലൂക്ക 17:21. ലൂക്ക 17:21 നോക്കിയേ. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവപിതാവ് അറിയുക മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും. അതെന്താ സംഭവം എന്നറിയാമോ? ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. നിമിഷ, അതായത് അത് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ്. അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ കൊണ്ടുവരും. പറയും, നിമിഷേ ഇത് നിൻ്റെതല്ല, പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ അടുത്ത ഇവിടെ കൂടെ വേറൊരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ, മാറിപ്പോയെന്ന് തോന്നണം. ഇത് ഇവളുടെ ബ്ലഡ് എടുത്ത് എന്നിട്ട് ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവർക്ക് ഹൈ ഷുഗറാണ്, SGOT SGPT കരളിൻ്റെ അസുഖങ്ങളുടെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവൾ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡല്ല എടുത്തത്, അല്ല നിമിഷക്ക് വേറൊരു നിമിഷക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടേക്ക് എന്നാൽ ബ്ലഡ് എടുത്തിരിക്കണത്. ഓക്കെ, അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവളെ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത്.
ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ. അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ടാക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും? ഇവള് ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, അപ്പീൽ ചെയ്തിട്ടുണ്ടത്. എന്നിട്ട് ഇവൾ ഒരിടത്തും പോകത്തില്ല, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് പോകത്തില്ല. ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും, ലാബിൽ ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ചിരിക്കും. എന്താ കാര്യം? അവളൊന്നും ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് എവിടെ ചെന്നാലും ഇവളെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും, അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണതും ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിയിരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ്. അതായത് അങ്ങനെ ജീവിച്ച ദൈവത്തെ തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും. പ്രാർത്ഥിക മതം ചെയ്യണമെങ്കിൽ സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര്, ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും. നമ്മളെ ഏറ്റെടുക്കണം. നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത്, നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും. നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ നമ്മുടെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം, വേറെ കുഴപ്പമില്ല. നിനക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അംഗീകരിക്കണം. അതാണ് തോമസ് ശ്ലീഹ പറയണത്. തോമസ് ശ്ലീഹയുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. വാട്ട് യു ഷുഡ് ഫെയ്ത്ത്, വാട്ട് ഷുഡ് ബിലീവ്. നീ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് സെൻറ്റ് തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 1:28. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കർത്താവാണ്. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവമാണെന്ന്. ഈ ദൈവത്തിൽ വ്യക്തിപരമായ പേര് നമ്മളുടെ എൻ്റെതെന്ന് ചേർക്കണത് ആരാ? ഈശോൻ്റെ കാലത്തിന് ശേഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ബന്ധമാണ് തോമസ് ശ്ലീഹ ആ വാതിൽ തുറന്നിരിക്കുന്നത്. കൈയിടിച്ച് കർത്താൻ എന്റെ കർത്താവേ, എന്റെ യഹോവയെ, അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അധിക വിശ്വാസം നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യഹോവയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരങ്ങൾ നീട്ടി. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എല്ലാവരും എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്ന ചിന്തയതിൽ ഏകമന്ത്രവുമായി സന്നിധാനത്തിൽ ഞാൻ വരുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കർത്താവ് എന്നാണ് വിശ്വാസം.
അതൊക്കെ ഒന്നും എൻ്റെ ചേർക്കണം, സ്നേഹം ചേർക്കണം എന്നർത്ഥം. പ്രാർത്ഥനയ്ക്കെല്ലാം വേണ്ട ഒരു സമവാക്യമാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണതാണ് രക്ഷ പ്രാപിക്കാനുള്ള ആദ്യ നടപടി, അല്ലേ? റോമാ 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞ് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും. അതാണ് നൈയാമിക അർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള, യേശുവിനെ പ്രാപിക്കാനുള്ള പ്രാഥമികമായ നടപടി. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ മുമ്പ് എൻ്റെ ചേർക്കണം. വെറുതെ കർത്താവാണെന്ന് പറയരുത്. അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിറക്ക് താമസിക്കാൻ കാരണം. യേശു എൻ്റെ കർത്താവാണെന്ന് പറയണം. ചുമ്മാ കർത്താവാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആരാണ് എന്ന് പറഞ്ഞ യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്. കൈ അടിച്ച് കർത്താവാണ്. എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, എന്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ചിന്തമന്ത്രവുവാൻ സന്നിധാനത്തിൽ ഞാൻ വരുന്നു. ചേർന്ന് പാടാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പോൾ വിശ്വാസം കേവലമായ സാങ്കേതിക വിശ്വാസമുണ്ട്, പിന്നെ ആത്മബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്നേഹനിർഭരമായ വിശ്വാസമുണ്ട്. ഏതാണ് പ്രവർത്തനക്ഷമമാകണത്? ഗലാത്യർ 5:6 സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ തോമാശ്ലീഹയുടെ വിശ്വാസ ഭാഷ്യം എന്താണ്? വിശ്വസിക്കുന്നവൻ സ്നേഹത്തോടെ വിശ്വസിക്കുക. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന് വലിയ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് വിശ്വാസം അടയാളം അന്വേഷിക്കും. എന്താ കാര്യം? രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കർത്താവ് നേരിട്ട് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ എന്ന്, അല്ലേ? യോഹന്നാൻ 4:48 വിശ്വാസം അടയാളം അന്വേഷിച്ചുകൊണ്ടിരിക്കും, സ്നേഹം അടയാളം അന്വേഷിക്കത്തില്ല. Why we are following Marian brand of faith? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ മാതൃകയിലുള്ള വിശ്വാസം അന്വേഷിക്കുന്നത്? അമ്മയുടെ വിശ്വാസം സാങ്കേതിക വിശ്വാസമല്ല. അമ്മയുടെ വിശ്വാസം സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അമ്മയോട് പറഞ്ഞാണ്, നിനക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി എലിസബത്തിൻ്റെ വയറ് കാണാമെന്ന് പറഞ്ഞതാണ്. അതാണ് സംഭവം. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ എലിസബത്തിനെ 3 മാസം അമ്മ എലിസബത്തിനെ, ഇളയമ്മയെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. ബൈബിളില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭക്ത ക്രിസ്ത്യാനി അമ്മയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയതായിരിക്കുമെന്ന് നമ്മൾ സപ്പോസിങ് കരുതുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ശുശ്രൂഷിക്കാൻ പോയതാണെങ്കിൽ പ്രസവിച്ചിട്ട് പോന്നാൽ പോരായിരുന്നാന്ന് ചോദിച്ചു. ശരിയല്ലേ? പ്രസവ കാര്യത്തിന് വേണ്ടി ഗർഭിണികളെ കാണാൻ പോകുന്നവരും ശുശ്രൂഷിക്കാൻ പോകുന്നവരും ഇപ്പോൾ കാനഡയിലേക്ക് സ്വിറ്റ്സർലൻഡിലേക്കൊക്കെ മക്കളുടെയും മരുമക്കളുടെയും പ്രസവത്തിന് പോണവരെന്താ പോയാണ്? 6 മാസം പോയിട്ട് 9-ാം മാസം തിരിച്ചു പോരുകയാണ്. ഇവിടെ താമസിച്ച് കൊച്ചിനൊരു 10-90 വയസ്സാകുമ്പോൾ 10-90 ദിവസം ആകുമ്പോഴാണ് നമ്മൾ പോരണത്. അപ്പം ശുശ്രൂഷ മാത്രമല്ല ഉദ്ദേശമെന്ന് മനസ്സിലായി, അല്ലേ? കറക്റ്റല്ലേ? എന്തായിരുന്നു ഉദ്ദേശം? അമ്മ ചോദിച്ചതിന് ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മറുപടി പറയാൻ എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, അപ്പോൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇനി സംശയം ഉണ്ടാ മേരി? ഞാനൊരു അടയാളം കാണിച്ചു തരാം എന്നാ പറയണത്. ഇനി സംശയം ഉണ്ടാ മേരി?
അത്യുന്നതിൻ്റെ ശക്തിയിൽ നിനക്ക് സംശയമുണ്ടോ? ആവസിക്കുന്നതിന് സംശയമുണ്ടോ? എങ്കിൽ ഞാൻ നിനക്ക് അടയാളം കാണിച്ചു തരാം. എന്താണ്? നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വൃദ്ധയാണ്, വാർദ്ധക്യത്തിൽ അവൾ വന്ധ്യമായിരുന്നു. രണ്ട് തടസ്സങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 തടസ്സങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ വിഷയം ദൈവത്തിൻ്റെ ശക്തി അത്യുന്നതിൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതിൻ്റെ ശക്തി ആവസിച്ചു എന്നല്ലേ കർത്താവിൻ്റെ വചനം 40:35 പുറപ്പാട് പുസ്തകം. ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവിച്ച് കഴിയുമ്പോൾ, വി വിൽ ബി വിത്ത് മാർക്ക് ഓഫ് കവനൻറ്റ്, നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? അത്യുന്നതിൻ്റെ ശക്തി ആവസിക്കുന്നു. അപ്പോഴങ്ങനെ അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അറിയണം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുന്നു അറിയണം. നമ്മളെ തന്നെ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അത്യുന്നത ശക്തി ആവസിക്കും. അത് വാർദ്ധക്യമായിരുന്നാലും ശരി, വന്ധ്യമായിരുന്നാലും ശരി, ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മേൽ അത്യുന്നത ശക്തി ആവസിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3:9 ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതികൾ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഇപ്പം തന്നെ ഒരു സഹോദരന്മാർക്ക് സാക്ഷ്യം പറഞ്ഞില്ലേ, 40 ലക്ഷം കടമാണ്. 40 ലക്ഷം കടമാണ്. സഹായിക്കാനുള്ളവരെല്ലാം കല്ല് പോലെ ഇരിക്കുകയാണ്, അനക്കമില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലെല്ലാം അപ്പമാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ബന്ധു 20 ലക്ഷം ഉടനെ കൊടുത്തു. അതാണ് കല്ലപ്പമാകണ പരിപാടി. വേറൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, ആ കോട്ടയത്തൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, 4 വർഷമായി അമേരിക്ക വിസയ്ക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു. ഈ ബന്ധുക്കൾ സ്വന്തപ്പെട്ട് വരുമ്പം ഭർത്താവിന് അനുജന്മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കല്ല് പോലെ ഇരിക്കുകയായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർ നല്ലവരാണ്, പക്ഷേ ഹൗ ടു ഡു ഇറ്റ് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അവരെ കൊണ്ട് തോണ്ടി, നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളതെന്ന് പറഞ്ഞു. ഉടനെ 1 സെക്കൻഡിൽ അവർ വിളിക്കുകയാണ്, ഇവിടെ വരെ എത്തി, അത്രയും ശരി, ഇനി നീ ചെയ്യേണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിക്കണം കണ്ടല്ലേ. കൈയിടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കിട്ടാൻ കടങ്ങള്, ജീവിത വിഷമതകള്, ജോലി തടസ്സങ്ങള്, നഷ്ടപ്പെട്ട തടസ്സങ്ങള്, കല്ലുപോലുള്ള ഉള്ളങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൽ വിശുദ്ധീകരിക്കുകയും അത്യുന്നത ശക്തിയാൽ ജീവിത നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അഭിഷേകമേ, അഭിഷേകമേ, ചേർന്ന് പാടാം. കരങ്ങൾ ഉയർത്തി. കൈകൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ കല്ല് പോലെ ഇരിക്കുകയാണ്. ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുന്നതാണ്, ഈ കല്ലിനെ സന്തതികളായി മാറ്റുന്നതാണ്, സാധ്യമല്ലാതെ സാധ്യമാക്കി തീർക്കുന്നതാണ് വിശ്വാസം. പക്ഷേ വി ആർ ഫോളോയിങ് മരിയൻ ഫെയ്ത്ത്. അമ്മ വിശ്വാസമാണ്. അമ്മ വിശ്വാസം എന്താ? സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അത് വലിയ അടയാളങ്ങൾ അന്വേഷിക്കണതല്ല. ഇതിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്ധ്യെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്ന കാര്യം സത്യമാണ്. പക്ഷേ അതിക്ക് മുമ്പ് അമ്മ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതൊക്കെ പറയാനുള്ളത് അമ്മ പറഞ്ഞു. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ദ കർത്താവിൻ്റെ ദാസി. എലിസബത്തിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും
ഐ വിൽ ബി യുവർ മെയ്ഡ് സെർവൻറ്റ്. ഞാൻ നിൻ്റെ ദാസിയായിരിക്കും. നിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ സാക്ഷി കൈയടിച്ച് കർത്താൻ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ. വിശ്വാസത്തോടെ പാടാം. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതി കണ്ടില്ലേ? എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞേ, കർത്താവിൻ്റെ ദാസി എന്ന് വെച്ചാൽ എന്തിനാണ് ദാസ്യാവസ്ഥ? അങ്ങയുടെ വചനം പോലെ എന്നിലെ സംഭവിക്കട്ടെ. വചനത്തിനാണ് സമർപ്പണം, അടയാളത്തിനല്ല. എലിസബത്തിൻ്റെ വാർദ്ധക്യത്തിൽ കാണുന്ന നിറവയറിൻ്റെ അടയാളത്തിനല്ല അമ്മ ദാസ്യാവസ്ഥയിൽ സമർപ്പണം. പിന്നെ എന്തിനാണ്? ആ വചനത്തെ മാംസമാക്കിയ വചനത്തിനാണ്, കർത്താവിൻ്റെ വചനത്തിനാണ്. അതല്ലേ അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? കർത്താവ് ചോദിക്കണില്ലേ? സങ്കടത്തോടെയാണ് ചോദിക്കണത്. അടയാളങ്ങളെ കണ്ടല്ലാതെ നിങ്ങളെ വിശ്വസിക്കില്ലല്ലോ. സ്നേഹമുള്ളവൻ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കും. വിശ്വാസമൊക്കെ ഒരു വരുമാനത്തിൻ്റെ മാർഗമായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ സ്നേഹം വരുമാനത്തിൻ്റെ മാർഗമല്ല. വൈ വി ലവ്, വി ഫീൽ ലവ്. അത് തന്നെ എൻ്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്? എന്തെങ്കിലും കിട്ടുമെന്നോർത്തിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ദൈവത്തോട് നമുക്ക് സ്നേഹമുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമുക്ക് പരിഹാരമായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, അഭിഷേക തിരുവചനത്താൽ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ അങ്ങേറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മയുടെ മാതൃശക്തി ഞങ്ങളുടെ കുടുംബങ്ങളും വിവിധ മേഖലകളിലെ മേൽ അഭിഷേകമായി നൽകുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കേൾക്കണം. എന്താ കാര്യം എന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിനെ കാണാൻ അമ്മ പോയത്. എലിസബത്തിനെ കാണുമ്പോഴേ പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറയും അല്ലേ? അപ്പോൾ എലിസബത്ത് പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. പറഞ്ഞേ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് പറയുന്നു മറിയം പ്രഗ്നൻ്റ് ആണെന്ന്. എപ്പോൾ പ്രഗ്നൻ്റായി? അല്ലേ? അതല്ലേ സത്യം. പരിശുദ്ധാത്മാവ് പറയുന്നു മേരി യു ആർ പ്രഗ്നൻ്റ്, നീ ഗർഭവതിയാണ്, നീ പുത്രൻ തമ്പുരാനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്? എലിസബത്തിൻ്റെ അടയാളം കണ്ടിട്ടാണ് മറിയം പ്രഗ്നൻ്റ് ആയത്? നോ. പിന്നെന്താണ്? വചനം കേട്ടിട്ട് കൈയടിച്ച് കർത്താവ്. ഒന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അടയാളങ്ങൾ നീണ്ടുപോയാലും ചില കാര്യങ്ങൾക്ക് അടയാളം കണ്ടില്ലെങ്കിലും വചനം പാലിച്ച് അമ്മയെപ്പോലെ വചനം നിറവേറ്റി ദൈവകൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.